ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ കോപ്പി അടിച്ചുണ്ടാക്കണമല്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾക്ക് കർക്കിടകത്തിൽ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണ് കേട്ടോ. നോക്കാം എന്താ ഉണ്ടാക്കണേന്ന് നോക്കാവാ. അതാ നോക്കിയോ. ആദ്യമേ അതിന് വേണ്ട ഐറ്റം ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം ഓരോന്ന് കേട്ടോ. ആദ്യം അതിന് വേണ്ടത് എള്ള് കഴുകി വറുത്തെടുക്കണം. അത് ഞാൻ വറുത്തൊക്കെ വെച്ചാൽ അപ്പം അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകും കേട്ടോ. അതാണ് എള്ള് ആദ്യം വറുത്ത് വെച്ച്. പിന്നെ വേണ്ടത് ബദാമാണ്. ഒരു 50 ഗ്രാം ബദാം. നെക്സ്റ്റ് കാഷ്യൂ 50 ഗ്രാം. പിന്നെ കുറച്ച് തേങ്ങ ചിരകി വറുത്തെടുത്താട്ടോ. വറുത്തതിൻ്റെ പച്ചപ്പൊക്കെ മാറ്റിയാൽ മതി, കറുപ്പാക്കരുത്, ബ്രൗൺ ആക്കരുത് കേട്ടോ. തേങ്ങ, പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, ഏലക്ക, ചുക്കുപൊടി മസ്റ്റാട്ടോ. നമുക്ക് ദഹനം കിട്ടാൻ ചുക്കുപൊടി ഇടണം. അതും കൂടി വറുത്ത് വെച്ചേക്കുന്ന കേട്ടോ. അപ്പം നമ്മളിനി ഏലക്കയും ജീരകം ഒന്നും വേറെ പൊടിക്കണ്ട, ഇതിൻ്റെ കൂടെ അങ്ങിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, കിട്ടുക. പിന്നെ വേണ്ടത് ശർക്കരപ്പാനി. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസാക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ശർക്കരപ്പാനി കരിപ്പട്ടിയാട്ടോ. കരിപ്പട്ടി ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് വീണയാക്കരുത്. വീണാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സ്ട്രോങ് ആക്കരുത്. സ്ട്രോങ് ആക്കി ഇത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടില്ല. നമ്മൾ ഒരുപാട് പൊട്ടാതിരിക്കാൻ, ഇങ്ങനെ കല്ലായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് കട്ടയായി പോകില്ല കേട്ടോ. ഇത്രയും മതി. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമേ ശർക്കരപ്പാനി, ഞാൻ ശർക്കര എന്ന് പറഞ്ഞാൽ കരിപ്പട്ടി ലൈനിയാക്കിയിട്ട് അരിച്ചു വെച്ചിരിക്കണം. അത് ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഈ പൊടികളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യണം. ഇതിൻ്റെ പേര് കർക്കടക ലഡു എന്ന് പറയണേ കേട്ടോ. കർക്കടക ലഡു. നമ്മൾ അത് പൊടിച്ചിട്ട് നമ്മൾ ഇനി അത് മിക്സ് ചെയ്തിട്ട് പാനിയിലിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് നമ്മളത് ലഡു ആക്കി എടുക്കണം. ലഡു ആക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ലഡു ചെറിയ, നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ അളവ് എങ്ങനെ വേണമെങ്കിലും ആക്കാം. ചെറുതാക്കാം, വലുതാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഓക്കെ, മധുരം പാകമാണോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമ്മളിത് ഉണ്ടയേറ്റ് പിടിക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കണം. നല്ല നേരിയൊരു ചൂട് വേണം കേട്ടോ. അത് ശർക്കരപ്പാനിക്ക് ചൂടുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയക്കണ്ട. ഒരു ചെറിയ ചൂടുണ്ടെങ്കിൽ അത് ഉണ്ടയായിട്ട് പിടിച്ചാൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് ലേഹിയായിട്ടും കഴിക്കാം, നമുക്ക് ഉണ്ടയാക്കി വെച്ചാൽ ഉണ്ടയായിട്ടും കഴിക്കാം കേട്ടോ. അപ്പം നമ്മളത് ഉണ്ട പിടിച്ചു വയ്ക്കുക. പിന്നെ ഇത് കർക്കിടകത്തിൽ കഴിച്ച ഒരുപാട് ഗുണങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ്, ഈ എള്ളെന്ന് പറയുമ്പോൾ ബ്ലഡ് ഉണ്ടാവണം. ഏറ്റവും നല്ല സാധനം ബ്ലഡ്. ഈ എള്ള് പിന്നെ ബദാമിൻ്റെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ബദാമൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം എന്നും ഗ്ലോ ആയിട്ടിരിക്കും, നല്ല ഫിനിഷിങ് ആയിരിക്കും. പിന്നെ അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ബദാമിൻ്റെ ഒക്കെ അറിയാമല്ലോ, പിന്നെ നട്ട്സിൻ്റെ അറിയാം. അപ്പോൾ അതൊക്കെ കൂടി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, പിന്നെ കാഷ്യൂവിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ.
നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഒരു വർഷം വരെ അസുഖങ്ങൾ വരില്ല എന്നാണ് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ ആയുർവേദ ഡോക്ടേഴ്സും പറയും നമ്മൾ ആയുർവേദത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൻ്റെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരും ഇതൊക്കെ നല്ല ഔഷധങ്ങൾ. ഇപ്പോഴുള്ള ആൾക്കാരും ഇത് പഴയ അമ്മമാരും ചെയ്യുന്ന, ഇപ്പോഴുള്ള പിള്ളേർക്ക് അറിയില്ല, അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇത് എല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കണമല്ല. നമുക്ക് ഈ ഒരു വർഷം അസുഖങ്ങൾ ഉണ്ടാവില്ല, കാലുവേദന ഉണ്ടാവില്ല, നടുവേദന ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത്രയുള്ള പരിപാടി കേട്ടോ. ഇനി നമ്മൾ ഇത് ഉണ്ട പിടിച്ച് വെക്കണം. ഉണ്ട പിടിച്ച് നമ്മൾ വെച്ചേക്കാനായിട്ട് ഒരുമിച്ച് കഴിക്കരുത്. ഒരെണ്ണം ഒരു ദിവസം എടുത്ത് കഴിച്ചാൽ മതി. ലേഖിയായിട്ടാണെങ്കിൽ ഒരു സ്പൂൺ ദിവസവും കഴിക്കണം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കഴിക്കരുത്, ഒരു ടീസ്പൂണേ കഴിക്കാവുള്ളൂ കേട്ടോ.